പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി രാഹുലിന്റെ വീട്ടിലേക്ക് റാംമോഹൻ വന്നതിനെ തുടർന്ന് റാംമോഹനെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ആദ്യമൊക്കെ റാംമോഹൻ കണ്ണുമടച്ച് വിശ്വസിക്കുകയാണ് രാഹുലിനെ. പക്ഷേ ഇതേ തുടർന്നാണ് രാഹുൽ ചതിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ തൻ്റെ അച്ഛനെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മയക്കി കിടത്തിയിരിക്കുകയാണ് എന്നും അയാൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യവും തിരിച്ചറിയുന്നത് റാംമോഹനെ ഞെട്ടിച്ചു കളയുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്നു. റാംമോഹനോട് തൻ്റെ മകൻ ചതിയനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുലിന്റെ അച്ഛൻ. ഇതോടെ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് രാഹുൽ മുന്നിലേക്ക് കടന്നു വരുന്നത്. എന്നെ പറ്റി അങ്കിൾ എല്ലാ കാര്യവും മനസ്സിലാക്കിയല്ലേ? ഇത് കേട്ടതിനെ തുടർന്ന് റാംമോഹൻ വഴിയിൽ നിന്ന് മാറ്, എനിക്ക് പോകണം എന്ന് പറയുന്നു. പക്ഷേ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയാണെങ്കിൽ അങ്കിളിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുക? എനിക്ക് അങ്കിളിന്റെ മകളെ വിവാഹം കഴിക്കേണ്ടതല്ലേ? എൻ്റെ മകളെ നിനക്കൊരിക്കലും കെട്ടിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ മാറ. നിന്നെ പോലെ ഒരു ചതിയനെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ളതല്ല എൻ്റെ മകൾ. ഇത് കേൾക്കുന്ന രാഹുൽ ചിരിക്കുകയാണ്. അതൊക്കെ മുന്നേ ആലോചിക്കേണ്ടേ അങ്കിൾ? ഇനി ഇവിടെ നിന്ന് ഞാൻ എൻ്റെ സമ്മതമില്ലാതെ പോകാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അങ്കിളും ഈ വീട്ടിൽ തന്നെ ഇനി കഴിയേണ്ടതായി വരും. മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അങ്കിൾ എന്ന് പറഞ്ഞ് റാംമോഹനെ അടിച്ചു വീഴ്ത്തുകയാണ് രാഹുൽ. ഇതേ തുടർന്ന് റാംമോഹനെയും മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തുന്നു. റാംമോഹൻ ഇതേ തുടർന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ബോധം വരുന്ന റാംമോഹൻ കണ്ണു തുറന്നതിനെ തുടർന്ന് ഇനി മുതൽ നിങ്ങളെ വെച്ചാണ് ഞാൻ വിലപേശാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് രാഹുൽ. ഇഷയെ എനിക്ക് വിവാഹം കഴിക്കണം. അത് എൻ്റെ വാശി തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ കിടന്ന് മരിക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്കിൾ. ഞാൻ എന്തായാലും ഇഷയെ ഒന്ന് കാണുന്നുണ്ട്. അവളോട് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇതോടെ അടച്ചതിയ നിന്നെ ഞാൻ കൊല്ലുമട എന്ന് പറയുന്നുവെങ്കിലും മയക്കി കിടത്തിയതിനാൽ ശരീരം അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് റാംമോഹൻ ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് ഇഷയെ കാണുന്നതിനായി ചെല്ലുന്ന രാഹുൽ നമ്മുടെ വിവാഹം നടക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇഷയുടെ അച്ഛന് എന്നും ഇഷ അത് സമ്മതിക്കുകയാണ് എങ്കിൽ അദ്ദേഹം മടങ്ങി വരും എന്നുള്ള ഉറപ്പ് എനിക്ക് ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം ഇഷയുടെ തീരുമാനത്തിലാണ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നത്. ഇഷ എന്തു പറയുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും. എന്താ ഇഷ, കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയല്ലേ? ഇഷയുടെ തീരുമാനം എന്താണ് എന്ന് അറിയാനാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്നു. ഇഷ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല എങ്കിൽ ഒരുപക്ഷെ ഇഷയുടെ അച്ഛനും മരിക്കാൻ സാധ്യതയുണ്ട് എന്നും പിന്നെ അതോർത്ത് ഇഷ ദുഃഖിച്ചിട്ട് എന്ത് ഉപകാരമാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു.
രാഹുലിന്റെ സംസാരത്തിലെ ഭീഷണി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇഷ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇഷയുടെ തീരുമാനം അറിയുന്നതിനായി ജീവിതകാലം മുഴുവൻ കാത്തിരിക്കാനൊന്നും എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇഷയ്ക്ക് ഞാൻ ഒരു 2 ദിവസത്തെ സമയം തരാം. അതിനുള്ളിൽ കാര്യങ്ങളെല്ലാം വേഗം എന്നെ അറിയിക്കണം. അധികം ചടങ്ങുകളൊന്നും വേണ്ട, വളരെ നിസ്സാരമായ ചടങ്ങുകൾ. നമുക്ക് രജിസ്റ്റർ ചെയ്യാം. എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇഷ തീരുമാനം വേഗം അറിയിക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും. പിന്നെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല ഇഷ. ഇഷയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അല്ലോ എന്ന് പറഞ്ഞു പോയിരുന്നു രാഹുൽ. പക്ഷേ ഇതോടെ ഇനി എന്തു ചെയ്യും? ആ ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഒരിക്കലും തനിക്ക് തന്റെ അച്ഛനെ രക്ഷിക്കാൻ സാധിക്കുകയില്ലേ എന്നുള്ള ചോദ്യവും മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് ഇഷ തകർന്നു പോയിരിക്കുകയാണ്. പക്ഷേ ഇഷയുടെ ഈ അവസ്ഥ ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന അഭിഷേക് സഹായിക്കുന്നതിനായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇഷ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല. ഇഷയെ സഹായിക്കാൻ ഞങ്ങളൊക്കെയുണ്ട്. ഒന്നുമില്ലെങ്കിലും ഇഷ മാഡം ഞങ്ങളുടെ കമ്പനിയിലെ ഓഫീസർ അല്ലേ, ഞങ്ങൾ അയാളെ സഹായിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് റാംമോഹനെ തേടിക്കൊണ്ടുള്ള അന്വേഷണവുമായി എത്തുകയും ചെയ്തിരിക്കുകയാണ് രാഹുലിന്റെ വീട്ടിലേക്ക് അഭിഷേകും സോഹനും. അപ്രതീക്ഷിതമായ വരവ് അവനെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ രാഹുൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും വീട്ടിലേക്ക് ഇടിച്ചു കയറിയതിനെ തുടർന്നാണ് റാംമോഹൻ തളർന്ന് കിടക്കുന്നത് കാണാൻ ഇടയാകുന്നത്. ഇതോടെ റാംമോഹനെ രക്ഷിക്കുന്നതിനായി അഭിഷേക് മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇത് എതിർക്കാൻ രാഹുൽ ശ്രമിക്കുന്നുവെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.